അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അരമണിക്കൂർ നേരത്തെ കറണ്ട് കട്ടിനെ പ്രതിരോധിക്കാൻ എമർജൻസിയും ലാമ്പുകളുമാണ് ഇപ്പോൾ കച്ചവടക്കാർ കടയിലെത്തുന്നത്. മുൻകൂട്ടി ഏത് സമയം കറണ്ട് പോകുമെന്ന് അറിയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഗുണമാകുമെന്നാണ് ഇവരുടെ പ്രതികരണം. എപ്പോഴെങ്കിലുമൊക്കെ കറണ്ട് പോകും, അതല്ലാതെ മുൻകൂട്ടി ഈ ഒരാഴ്ച ഈ അരമണിക്കൂർ കറണ്ട് പോകും, പണ്ടത്തെ പവർ കട്ടിന് രീതി അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊക്കെ അത് വലിയ സൗകര്യമാകുമായിരുന്നു എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. അപ്രതീക്ഷിതമായിട്ട് വരുന്ന പവർ കട്ടിൽ വലയുന്നുണ്ട് കച്ചവടക്കാർ. തിരുവനന്തപുരത്ത് നിന്നും സുനിഷ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണും. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായതോടെ രാത്രികളിലെല്ലാം ഇതുപോലെയാണ് ഇപ്പോൾ സ്ഥിതി. സംസ്ഥാനത്തൊട്ടാകെ ഇങ്ങനെയാണ്, 15ഉം അരമണിക്കൂറുമെല്ലാം കറണ്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. ചേട്ടാ, വലിയ ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എത്ര സമയം വരെ കറണ്ട് പോകുന്നുണ്ട് ഏകദേശം? കൃത്യമായ ഒരു സമയം നമുക്ക് തന്നിരുന്നെങ്കിൽ നമുക്കത് തയ്യാറെടുപ്പ് നടത്താം. പെട്ടെന്നാണ് ഇത് പോണത്. അപ്പോൾ ഇന്നലെ പോയത് രാത്രി 9:30 തൊട്ട് 10 മണി വരെയായിരുന്നു. പവർ കട്ടാണെന്ന് കേട്ടാൽ കൃത്യമായ ഒരു രൂപരേഖ ഇല്ല. ഇപ്പൊ മന്ത്രി പറഞ്ഞതേ ഉപഭോക്താക്കൾ കുറച്ച് നിയന്ത്രണം കൊണ്ടുവരണം, ഈ രാത്രി സമയത്ത് ഈ ഹീറ്റർ ഉപയോഗിക്കുന്നതായാലും അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെ മാറ്റണം എന്നാണ്. നമ്മളതിന് തയ്യാറാണ്. നമ്മൾ തയ്യാറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫാസ്റ്റസ്റ്റ് യുഗമാണല്ലോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇറക്കുമതി ഇല്ലാതിരിക്കണം, എങ്കിലേ ആൾക്കാർ ആ ഉപയോഗത്തിൽ നിന്ന് പിന്മാറുള്ളൂ. കാരണം ഉദാഹരണത്തിന് തേങ്ങ ചുരുണ്ട ആളേക്ക് സമയമില്ലാത്ത കാലമാണ്. മുഴുവൻ ആട്ടിയ മാവ്, ചപ്പാത്തി ഇതിനെല്ലാം ആശ്രയിക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം മിഷനറി പ്രവർത്തിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് കറണ്ട് ലഭ്യതാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്തായാലും ഭാഗ്യം കറണ്ട് വന്നു. സമയത്തിന് ശേഷമായി കറണ്ട് ഒരു 10-12 മിനിറ്റോളം എടുത്തു. ഇനി വൈകിട്ട് ഇനി അടുത്ത പോകുന്നുള്ളത് അറിഞ്ഞൂടാ. അപ്പോൾ ഇതാണ് അവസ്ഥ അല്ലേ? പണ്ടത്തെ കാലമൊക്കെയാണ് ഓർമ്മ വരുന്നത്. മെഴുകുതിരി, മണ്ണെണ്ണ വിളക്ക്, പിന്നെ ഇൻവെർട്ടർ, ബാറ്ററി, ഇതൊക്കെ എടുത്തു വെച്ചോളൂ. പഴയ ആ കാലം നമ്മുടെ ഓർമ്മയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്.